മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ദോശയാണ് തയ്യാറാക്കുന്നത്. പെസറട്ടു എന്ന് പറയും. അതായത് നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു ദോശയാണ്. ഇത് ആന്ധ്രയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെസറട്ടു ആൻഡ് അല്ലം ചട്നി, അതായത് ചെറുപയർ ദോശയും അതിൻ്റെ കൂടെ ഒരു ജിഞ്ചർ ചട്നിയുമാണ്. നമുക്കത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചരി ഓപ്ഷണലാണ്. നമ്മുടെ ദോശ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ അരി ചേർക്കുന്നത്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടാലും മനസ്സിലാകും നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ പച്ചമുളക് നമ്മുടെ ഒരുപാട് എരിവുള്ളതാണെങ്കിൽ മുളക് അതനുസരിച്ച് ചേർക്കാൻ പാടുള്ളൂ. 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ഇനി നമ്മളിത് അരയ്ക്കാൻ ആവശ്യമായിട്ട് അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് സോക്ക് ചെയ്ത് കൂട്ട് അല്പം വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വെള്ളമാണെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിത് 2 പ്രാവശ്യമായിട്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പെസറട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പെസറട്ട് തയ്യാറാക്കുമ്പം അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 സവാളയുടെ പകുതി എടുത്തൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. 1 പച്ചമുളകും അല്പം മല്ലിയിലയും ചോപ്പ് ചെയ്തതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പെസറട്ട് തയ്യാറാക്കുമ്പം അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. പാനിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതിൽ ഓയിൽ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. പാനിൽ ചൂട് കൂടുതലാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് കൊണ്ട് നമുക്കൊന്ന് തുടച്ചു മാറ്റാം. എല്ലാ തവണയും ദോശ തയ്യാറാക്കുമ്പം ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ടൊന്ന് തുടയ്ക്കുകയോ അല്ലെങ്കിൽ അല്പം വെള്ളം തളിച്ചതൊന്ന് തുടച്ചു കളയുകയോ ചെയ്യണം. ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് മാവ് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ മാവ് പരത്തുമ്പോൾ അത് കട്ടയായിട്ട് പോകും. ഇനി നമുക്കിതിലേക്ക് 1 തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാം. അതിന്റെ മുകൾ വശത്ത് ഈവൻ ആയിട്ടൊന്ന് പരത്തി കൊടുക്കാം. ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും അല്പം ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകൾ വശം ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതിന്റെ അടിഭാഗം ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പേപ്പർ പോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പെസറട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അടുത്ത ദോശ ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിലേക്ക് അല്പം വെള്ളം സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് തുടച്ചു കളഞ്ഞ് പാനിന്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം.
കനം കുറച്ച് പരത്തിയെടുക്കാം. അല്പം ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പം നമ്മൾ ഇതിന്റെ ഉള്ളിൽ പച്ചമുളകൊക്കെ വെക്കുന്നതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഫില്ലിങ് വെക്കാതെ, അല്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ചാലും മതി. ഫില്ലിങ് വെക്കാതെ നമുക്കിത് ഇതുപോലെ ക്രിസ്പി ആയിട്ട് മടക്കി എടുത്തിട്ടും കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വേണേലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ നമ്മള് പെസറട്ടു എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജിഞ്ചർ ചട്നി ഉണ്ട്, അല്ലം ചട്നി. അതുകൂടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു സവാളയും ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, അല്പം പുളിയും, പിന്നെ എടുത്തിരിക്കുന്നത് ജാഗരിയാണ്. 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഒക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സവാള അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ചെറിയ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, തക്കാളി ഓപ്ഷണൽ ആണ്. ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. പുളിയും ശർക്കരയും ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പം ഇഞ്ചിയുടെ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഇതിലേക്ക് ചില്ലി പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുഴുവനോടെയുള്ള മുളക് ചേർത്താലും മതി. മുഴുവനോടെയുള്ള മുളകാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിട്ടുള്ളത്. ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ്. പുളി വേണമെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ അരിക്കുന്ന കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. പുളി നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ആ പുളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പം ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്പം ചെറിയ ചൂടുവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിത് അരച്ചെടുത്തപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അല്ലം ചട്നിയും ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം കടുക് താളിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് കടുക് താളിച്ച് ചേർക്കുന്നില്ല. നമ്മുടെ പെസറട്ടും അല്ലം ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്കൊരു കോക്കനട്ട് ചട്നിയും കൂടെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കോക്കനട്ട് ചട്നിയും കൂടിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ഒരു ദോശയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ചെറുപയർ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിനും നല്ലതാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.